ലൈക്ക് എപ്പോഴും കേൾക്കുന്ന ഒരു വേർഡ് അല്ലേ? നമ്മൾ സാധാരണ പറയുന്ന സെന്റൻസസ് ആണ് ഐ ലൈക്ക് ചോക്ലേറ്റ്സ്, ഐ ലൈക്ക് മൂവീസ് എന്നെല്ലാം. ഇവിടെ ലൈക്ക് ഒരു വേർബ് ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ മാത്രമാണോ നമ്മൾ ലൈക്ക് യൂസ് ചെയ്യുന്നത്? ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരാം. കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഈ ഒരു സെന്റൻസ് നോക്കിയേ. ദ ബേബി ലുക്സ് ലൈക്ക് ഹർ മദർ. ദ ബേബി ലുക്സ് ലൈക്ക് ഹർ മദർ. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ലൈക്കും നേരത്തെ പറഞ്ഞ ലൈക്കും ഒരേ രീതിയിലാണോ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്? ഡിഫറൻസ് ഉണ്ട് അല്ലേ? ഇവിടെ നമ്മൾ ലൈക്ക് യൂസ് ചെയ്തിരിക്കുന്നത് പ്രപ്പോസിഷൻ ആയിട്ടാണ്. ഇവിടെ നമ്മൾ ലൈക്ക് യൂസ് ചെയ്തിരിക്കുന്നത് പ്രപ്പോസിഷൻ ആയിട്ടാണ്. ഇങ്ങനെ പറയുമ്പോൾ വീണ്ടും നമ്മളുടെ കൺഫ്യൂഷൻ കൂടും. സാധാരണ നമ്മൾ പ്രപ്പോസിഷൻസ് എന്ന് പറയുമ്പോൾ ഇൻ, ഓൺ, അറ്റ്, ഓഫ് എന്നീ വേർഡ്സിനെയാണ് കാണുന്നത്. ഇവിടെ പ്രിപ്പോസിഷൻ എന്ന് മീൻ ചെയ്യുന്നത് ഒരു നൗൺ അല്ലെങ്കിൽ പ്രോനൗണിനെ സെന്റൻസിലെ മറ്റു പാർട്സ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന വേർഡ് ആയിട്ടാണ്. സാധാരണ നമ്മൾ പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് ഒരു നൗൺ അല്ലെങ്കിൽ പ്രോനൗണിനെ ആ സെന്റൻസിലെ മറ്റു വേർഡ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വേർഡിനെയാണ്. ലൈക്ക് നമ്മൾ പ്രിപ്പോസിഷൻ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇറ്റ് ഷോസ് എ കമ്പാരിസൺ ഓർ സിമിലാരിറ്റി ബിറ്റ്വീൻ ടു പീപ്പിൾ ഓർ തിങ്സ്. ആ സെന്റൻസിൽ ഒരു സിമിലാരിറ്റിയോ അല്ലെങ്കിൽ ഒരു കമ്പാരിസൺ ആയിരിക്കും ബിറ്റ്വീൻ ടു പീപ്പിൾ ഓർ തിങ്സ്. ഇപ്പോൾ ചില സമയത്ത് ചില സെന്റൻസസിൽ നമ്മൾ അപ്പിയറൻസ്, ആക്ഷൻ ഓർ ക്വാളിറ്റി ഒക്കെ കമ്പയർ ചെയ്ത് പറയാറില്ലേ? ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ലൈക്ക് യൂസ് ചെയ്യാം. ഇവിടെ നോക്കിയേ, ദ ബേബി ലുക്സ് ലൈക്ക് ഹർ മദർ. ഇവിടെയും ഒരു കമ്പാരിസണോ സിമിലാരിറ്റിയോ ഒക്കെയാണ് നമ്മൾ പറയുന്നത്. ഇത്തരം സിറ്റുവേഷൻസിലാണ് നമ്മൾ ലൈക്ക് യൂസ് ചെയ്യുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്തരം സിറ്റുവേഷൻസിൽ ലൈക്ക് യൂസ് ചെയ്യുമ്പോൾ ഈ ലൈക്കിന് ശേഷം വരുന്നത് നൗൺ അല്ലെങ്കിൽ പ്രോനൗൺ ആയിരിക്കണം. നൗൺ അല്ലെങ്കിൽ പ്രോനൗൺ ആയിരിക്കണം. സെന്റൻസ് നോക്കിയേ, ഹി വർക്ക്സ് ലൈക്ക് എ മെഷീൻ. ഹി വർക്ക്സ് ലൈക്ക് എ മെഷീൻ. ലൈക്ക് എ മെഷീൻ. മെഷീനിനെ പോലെയാണ് അവൻ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഒരു കമ്പാരിസൺ ഒക്കെയാണ് നമ്മൾ പറയുന്നത് അല്ലെ? അല്ലെങ്കിൽ അതിനോടൊരു റിലേഷൻ അല്ലെങ്കിൽ ഒരു സിമിലാരിറ്റിയാണ് നമ്മൾ പറയുന്നത്. ഇത്തരം സിറ്റുവേഷൻസിൽ ലൈക്ക് യൂസ് ചെയ്യുമ്പോൾ അതിന് ശേഷം വരുന്ന വേർഡ് എപ്പോഴും ഒരു നൗൺ അല്ലെങ്കിൽ പ്രോനൗൺ ആയിരിക്കണം. ക്ലിയർ ആയില്ലേ? ഹി വർക്ക്സ് ലൈക്ക് എ മെഷീൻ. കുറച്ച് സെന്റൻസസ് കൂടി നമുക്ക് നോക്കാം. ഇതാ നോക്കിയേ, ഹി ലുക്സ് ലൈക്ക് ഹിസ് ഫാദർ. അവന്റെ ഫാദറിനെ പോലെയാണ് അല്ലെ? ഹി ലുക്സ് ലൈക്ക് ഹിസ് ഫാദർ. ദ ബേബി ലുക്സ് ലൈക്ക് എ ഡോൾ. ഒരു പാവയെ പോലെയാണ്. ദ ബേബി ലുക്സ് ലൈക്ക് എ ഡോൾ. ഷീ റൺസ് ലൈക്ക് ദ വിൻഡ്. ഷീ റൺസ് ലൈക്ക് ദ വിൻഡ്. ഹി ബിഹേവ്സ് ലൈക്ക് എ ജെന്റിൽമാൻ. ഹി ബിഹേവ്സ് ലൈക്ക് എ ജെന്റിൽമാൻ. ഇവിടെ എല്ലാം നമ്മൾ ലൈക്ക് ഒരു പ്രപ്പോസിഷൻ ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ നൗൺ അല്ലെങ്കിൽ പ്രോനൗൺ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി മോഡേൺ ഇംഗ്ലീഷിൽ ലൈക്ക് ഒരു ഫില്ലർ വേർഡ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ പോസ് ഓർ എംഫസിസ്, അതല്ലെങ്കിൽ ആ ഐഡിയനെ ഒന്ന് ഓർഗനൈസ് ചെയ്യാനായിട്ട് വി യൂസ് ലൈക്ക്. നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു പോസ് അല്ലെങ്കിൽ എംഫസിസ് കൊടുക്കാൻ, അല്ലെങ്കിൽ ആ ഒരു ഐഡിയ ഒന്ന് ഓർഗനൈസ് ചെയ്യുന്നതിന് മുന്നേ ഒക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ലൈക്ക് യൂസ് ചെയ്യും. ഇനി അതും അല്ലെങ്കിൽ യൂഷ്വലി പീപ്പിൾ യൂസ് ലൈക്ക് വെൻ വി ആർ തിങ്കിങ് അബൌട്ട് വാട്ട് ടു സേ നെക്സ്റ്റ്. അടുത്തത് എന്ത് പറയാ എന്നുള്ളതിന് മുന്നേ ഒരു ലൈക്ക് യൂസ് ചെയ്യുന്ന പതിവും നമ്മൾക്കിടയിലുണ്ട്. ദാ ഇവിടെ നോക്കിയേ, ഐ വാസ് ലൈക്ക് റിയലി ഹാപ്പി. ഇവിടെ നമ്മൾ ലൈക്ക് യൂസ് ചെയ്തിരിക്കുന്നത് ആ സ്ട്രോങ് ഫീലിങ്ങിനെ ഒന്ന് എംഫസൈസ് ചെയ്യാനാണ്. എന്നാൽ ഇവിടെ നോക്കിയേ, ഐ വാസ് ലൈക്ക് ഐ ഡിഡ് നോ വാട്ട് ടു സേ. നമ്മളൊരു കാര്യം പറയുന്നതിൻ്റെ ഇടയിൽ പോസ് വന്നാൽ ദാ ഇങ്ങനെ പറയാം. ഇത്തരം സിറ്റുവേഷൻസിൽ ലൈക്ക് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് റിലാക്സ്ഡ് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ലി ടോണാണ് വരുന്നത്. ഒരു ഫോർമൽ സ്പീച്ച് അല്ലെങ്കിൽ റൈറ്റിങ്ങിൽ ഈ ഒരു യൂസേജ് കുറവാണ്. ഞാൻ പറഞ്ഞത് മോഡേൺ ഇംഗ്ലീഷിൽ നമ്മളുടെ ഡെയിലി കോൺവെർസേഷനിൽ നമുക്ക് ഇത്തരം സിറ്റുവേഷൻസിൽ ലൈക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഇന്ന് പറഞ്ഞത് അത്രയും ഗ്രാമർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മളുടെ ഡെയിലി കോൺവെർസേഷനിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു വേർഡിനെ കുറിച്ചാണ്. അത് ലൈക്ക്. ലൈക്കിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് കരുതുന്നു. അല്ല, ഇഷ്ടമായെന്ന് കരുതുന്നു. എന്നാൽ നിങ്ങൾക്കും ലൈക്ക് ചെയ്യാം. താങ്ക് യു.